Hello friends, welcome back to our channel Mums Daily. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഹൽവയാണ്. ഈ ഹൽവ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഗോതമ്പ് പൊടി. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹൽവ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഹൽവ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് നമ്മൾ തിരുനെൽവേലി ഹൽവ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഉടനെ ഒന്ന് കണ്ടു നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഞാനിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്ത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പം ഇത് വറുത്തതൊന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ മേടിക്കുന്നത് ആ ഒരു ഗോതമ്പ് പൊടി അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കപ്പിന് അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് അത് തന്നെയായിരിക്കണം ആ ഒരു അളവ് തന്നെയായിരിക്കണം ബാക്കിയുള്ളതിന്. ഞാനിപ്പം നമ്മൾ എടുത്ത കപ്പിന് ഒരു അര കപ്പിന് താഴെ ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപ്പോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ആ വെള്ളവും ഈ ഗോതമ്പ് പൊടി മാത്രം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അവിടെ ഗോതമ്പ് പൊടി ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 5 ഗ്ലാസോളം വെള്ളം ഒഴിക്കണം. ഒരു കപ്പിന് 5 ഗ്ലാസോളം വെള്ളം, സാധാ പൈപ്പിലത്തെ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാ വെള്ളം. അതേ കപ്പിൽ തന്നെ നമ്മൾ ഏത് കപ്പിലാണോ അളന്നിട്ടുള്ളത് ആ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുവാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോതമ്പിൻ്റെ ഒരു പാല് കിട്ടണം. ആ പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് 1 മണിക്കൂറോളം, ഒരു 3/4 മണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയ്ക്കുള്ള ഒരു സമയം, 1 മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്, നമ്മളിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് 1 മണിക്കൂർ കഴിയുമ്പം ഇത് ഒന്ന് ഞാൻ കാണിച്ചു തരാം ബാക്കി എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഗോതമ്പിൻ്റെ പാലാണ് വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലതുപോലെ, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നല്ലതുപോലെ നമ്മളിതിങ്ങനെ പിഴിയണം. ഇതിനകത്ത് നമ്മൾ പിഴിയും തോറും ഇതിനകത്ത് പാല്, ഈ ഒരു ഗോതമ്പിൻ്റെ ഒരു പാല് വരും. അപ്പം നമുക്ക് ഈ കളറ് മാറുന്നത് കണ്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഒന്ന് നല്ലതുപോലെ തന്നെ പിഴിയണം. ഒരു 5 മിനിറ്റ് എടുത്തോ, 5 മിനിറ്റ് എടുത്ത് നല്ലതുപോലെ പിഴിയണം എന്ന് പറഞ്ഞാൽ ഞരണ്ടണം, നല്ലതുപോലെ ഞരണ്ടണം. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്നുള്ള പാല് കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഞരണ്ടി എടുത്തിട്ട് വരാം. ഞാനിവിടെ 5 മിനിറ്റോളം തന്നെ നല്ലതുപോലെ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിനകത്തോട്ടോ പാത്രത്തിനകത്തോട്ടോ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ അരിപ്പയിൽ നിങ്ങൾക്ക് കാണാം മുഴുവൻ ഗോതമ്പ് കിടക്കുന്നത് കാണാം. അപ്പോൾ അത് നമുക്ക് വേണ്ട, നമ്മളത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി അത് കളയുവാണ്, നമുക്കതൊന്നിനും കൊള്ളത്തില്ല, അപ്പോൾ അത് കളയുക. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ പാല് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഒന്ന് തിളപ്പിക്കണം. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പുറകെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഫ്രൈങ് പാൻ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതായത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫ്രൈങ് പാൻ അല്ല, നോൺ സ്റ്റിക്കിൻ്റെ നോർമൽ പാൻ. ഞാനിപ്പം ഈ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുറച്ച് അടിയിൽ കിടക്കും. നമ്മൾ അരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ കിടക്കും. അത് നമുക്ക് എടുക്കണ്ട, അതങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഈ പാല് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പം ഇത് നമുക്ക് കഞ്ഞിയുടെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ, കഞ്ഞി ഇങ്ങനെ കുറച്ചൊക്കെ തിക്കായിട്ട് വരും. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കട്ടിയുണ്ടല്ലോ, ഒത്തിരി കട്ടിയല്ല, കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു നോർമൽ തുടക്കത്തിലൊരു കട്ടിയുണ്ടല്ലോ. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി നെയ്യും കൂടെ ചേർക്കണം. കണ്ടോ, ഈ ഒരു പരുവാണ് കേട്ടോ. ഞാൻ സ്പൂണിലെടുത്ത് കാണിച്ചായിരുന്നു. ഈ ഒരു പരുവത്തിന് ഇച്ചിരി വെള്ളമാവും വേണം, അന്ന് ഇച്ചിരി തിക്കാവും വേണം. ആ ഒരു പരുവത്തിൽ നമുക്ക് 1.5 കപ്പ്, നമ്മൾ ഏത് കപ്പിലാണ് അളന്നത് ആ ഗോതമ്പ് മാവ് എടുത്തത് അതേ കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര 1.5, എനിക്ക് തോന്നുന്നു കറക്റ്റാണ് കേട്ടോ, 1.5 എന്നുള്ളത്. പിന്നെ ഇനിയിപ്പോൾ കൂടുതലുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്, നമ്മൾ സാധാ നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് ഞാനിവിടെ ഒരു
3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാരയും നെയ്യും ചേർത്തിട്ട് ഇനി നല്ലതുപോലെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് നല്ലതുപോലെ വലിയാൻ തുടങ്ങും. കാരണം നെയ്യ് നമുക്ക് മേലെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇതുപോലെ കെട്ടിക്കിടക്കുന്നത് കാണില്ല. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊരു 15-20 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നെയ്യൊന്നും ഇപ്പം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊന്നുമില്ല. അതെല്ലാം അലിഞ്ഞ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണാം നല്ലതുപോലെ തിക്കായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഷൈനി കണ്ണാടിയുടെ ഒക്കെ പോലെയാണ് ഇത് കാണാനിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി അപ്പോൾ ഇതാ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പറയുക, നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര നെയ്യ് ഒഴിക്കുന്നതെന്ന്. നമ്മൾ നെയ്യ് ഒഴിക്കും തോറും ഇത് വലിഞ്ഞ് വരത്തുള്ളൂ. ഇതിനകത്ത് അത് ചേർന്ന് ഈ ഒരു വെള്ളം പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആവും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം പോലെ വരാതിരിക്കാനും ഈ ഒരു ഗോതമ്പിൻ്റെ പാലിൽ ഈ നെയ്യൊക്കെ വലിഞ്ഞ് വന്ന് അത് വളരെ എന്താ പറയുക വേറൊരു ഈ വെള്ളമൊക്കെ പോയി നല്ല തിക്കറായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആവും ചെയ്യും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആവും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് നല്ലതുപോലെ തിക്കറാവുന്നത് വരെ, ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ലതുപോലെ കട്ടിയാവുന്നത് വരെ നമുക്കറിയാൻ പറ്റും. നമ്മൾ പാനിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വിട്ട് വരും. ആ ഒരു പരുവം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഞാനിവിടെ ഏകദേശം ഇത് കൂടാതെ ഞാനൊരു 20 മിനിറ്റും കൂടി എടുത്തു കേട്ടോ. 20 മിനിറ്റും കൂടി എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്കത് പ്രോപ്പർ ഹൽവയായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി ആ ഒരു പരുവെത്തുമ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് ഈ ഒരു കട്ടിയിൽ വരും. ഒത്തിരി വെള്ളമെല്ലാം കുറഞ്ഞു, നല്ലതുപോലെ തിളയ്ക്കാനൊക്കെ തുടങ്ങി ഈ ഒരു പരുവത്തിന് വരും. അപ്പം ഈ ഒരു സമയത്ത് നമുക്കിതിനകത്ത് കുറച്ച് നട്ട്സ് ചേർക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ ബദാമാണ് ചേർത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ചില ആൾക്കാർ ഇതിനകത്ത് ഉണക്കമുന്തിരിയൊക്കെ ഇടും, പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഇട്ടില്ല. ഞാൻ നട്ട്സ് മാത്രമേ ഇട്ടുള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം യെല്ലോ കളർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൗഡറാണുള്ളതെങ്കിൽ 1-2 പിഞ്ച് പൗഡറാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ നിങ്ങൾ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ നിങ്ങൾക്ക് തീ ഒന്ന് കൂട്ടിയിടാം. ഒത്തിരി ഹൈ ഫ്ലെയിം അല്ല, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ, ഞാനിങ്ങനെ ചെയ്യുമ്പം ഇളക്കുമ്പം അരുവെല്ലാം അങ്ങനെ വിട്ട് പാത്രത്തിൽ നിന്ന് അരുവെല്ലാം വിട്ട് വരുവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കും തോറും കണ്ടോ ഇങ്ങനെ വിട്ട് തന്നെ വരണം, ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പം ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയുടെ കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, പുറത്തെ തോട് ഞാൻ എടുത്തിട്ടില്ല. അത് കുരു മാത്രം എടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ച് പൊടിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡെല്ലാം വിട്ട് വരുന്നത് കണ്ടോ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാൻ ഇപ്പോഴും ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ, ഞാനത് നിർത്തിയിട്ടില്ല. ഞാനപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി, കണ്ടോ, ഇതിപ്പം ഈ ഒരു
നമുക്കതിങ്ങനെ തൊടുമ്പം അത് ഒരുമിച്ചങ്ങ് പോരണം ആ ഒരു പരുവത്തിന്. നമ്മൾ കുറച്ചും കൂടെ നെയ്യ് അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. ഞാൻ നെയ്യ് ഇങ്ങനെ വളരെ കുറച്ച് ചേർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സാധാരണ നമ്മളിത് 3/4 കപ്പോളം വരെയൊക്കെ നെയ്യൊക്കെ യൂസ് ചെയ്യും. നമ്മൾ അത്രയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒത്തിരി അങ്ങ് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാത്തത്. ഒത്തിരി ചേർത്തിരുന്നെങ്കിൽ ഒത്തിരി കിട്ടിയാനെ. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം നിർത്തുകയാണ്. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ച് നമുക്കതൊന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വയ്ക്കാം. ഒരു മണിക്കൂറിനകത്തൊക്കെ നമുക്ക് നമ്മുടെ പുറത്ത് കിച്ചണിൽ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. നമ്മൾ വെറുതെ കിച്ചണിൽ പുറത്ത് ഒന്ന് ചൂടാറാൻ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ ഹൽവ റെഡിയാണ്. അപ്പം ഈ ഹൽവ മാറ്റി ഒഴിക്കാനായിട്ട് ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഷേപ്പിലാണോ ഇഷ്ടം വരാൻ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് ബൗൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും നല്ല കുഴിയുള്ളൊരു പാത്രം എടുത്താൽ മതിയാവും. എന്നിട്ട് ഞാനിവിടെ ഇച്ചിരി നെയ്യ് ഇതിനകത്തൊന്ന് തൂത്ത് കൊടുക്കാനൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിനി നെയ്യ് ഇനിയും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഓയിൽ ഒന്ന് തൂവി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ആ ചൂടോട് കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ചെടുക്കുകയാണ്. ഞാൻ ഹൽവ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് മേലെല്ലാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നാലേ നല്ല ഭംഗിയിൽ വരത്തുള്ളൂ. അതൊന്ന് ലെവൽ ചെയ്ത് കഴിയുമ്പം ഞാൻ ഇതിൻ്റെ മേലെ ഇച്ചിരി നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മുറിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നട്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനതൊന്ന് തണുപ്പിക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഹൽവ റെഡിയാണ്. ഇപ്പോൾ പാത്രത്തിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ അരുത്തുനിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയാണ്. ഗോതമ്പ് കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവ റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ പഞ്ചസാര ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം ശർക്കര ആണെങ്കിലും ചേർക്കാം. ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ പാൽ ഒഴിക്കുന്ന ആ നേരത്ത് നമുക്ക് ശർക്കര ഉരുക്കിയിട്ടാണെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പം ഈ ഒരു പഞ്ചസാരയ്ക്ക് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഞാനിപ്പോൾ ഇവിടെ കത്തി വെച്ച് മുറിക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കാരണം കത്തിയെല്ലാം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങി പോവാണ്. എനിക്ക് പിന്നെ നമ്മുടെ നെയ്യ് നമ്മൾ വളരെ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഭയങ്കര നെയ്യായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഇച്ചിരി കുറയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. പഞ്ചസാര കുറയ്ക്കുക കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഹൽവ റെഡിയാണ്. ഇത് ഗോതമ്പ് കൊണ്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സ്വാദാണ് ഈ ഒരു ഹൽവ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പം നമുക്കറിയില്ല എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കുന്നതെന്നുള്ളത്, എന്തൊക്കെ നെയ്യാണ് ചേർക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഒരു മണിക്കൂറിന് താഴെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹൽവയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാനും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.